ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ സമയം 4 മണിയാണ്. നമ്മൾ തലേ ദിവസം രാത്രി പ്ലാൻ ചെയ്തു പറശ്ശിലോട്ട് പോകാമെന്നുള്ളത്. അങ്ങനെ അവിടെ വിളിച്ചു ചോദിച്ചു തെയ്യം എത്ര മണിക്കാണ് ഉള്ളതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു രാവിലെ 5 മണി തൊട്ട് 8 മണി വരെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു 7 മണി ആയിട്ടുണ്ടായിനി. നേരെ അവിടെ എത്തി. ഇപ്പം നിങ്ങൾ കാണുന്നത് അമ്പലത്തിൻ്റെ പുറംവശമാണ്. ഇവിടെ മൊത്തം അപ്പുറത്തും ഇപ്പുറത്തും ഫുള്ള് ചന്തയാണ് കേട്ടോ. അപ്പം മോളെ കണ്ണും പൂട്ടിയാണ് നേരെ ഈ ഒരു ചന്ത മറികടന്നത്. എന്താ വെച്ചാൽ മോള് എല്ലാം വലിച്ച് വാരി എടുക്കാൻ നോക്കും. അങ്ങനെ നമ്മൾ ഇതാ ഈ പറശ്ശിനിക്കടവ് വന്നിട്ട് മുത്തപ്പനെ കാണുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ ആടാറുണ്ട് മുത്തപ്പനെ. അങ്ങനെ കാണുന്നതല്ലാണ്ട് പറശ്ശിനിക്കടവ് വന്നിട്ട് കാണുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ അവിടുത്തെ നിവേദ്യം എന്ന് പറയുന്നത് പൈങ്കുറ്റിയാണ്. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ നേർച്ച പറയുന്നുണ്ട് പൈങ്കുറ്റി കഴിക്കണം എന്നുള്ളത്. അങ്ങനെ അവിടുത്തെ ഒരു നിവേദ്യം എന്ന് പറയുന്നത് പൈങ്കുറ്റിയാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതാണ് തൃച്ചംബരം ക്ഷേത്രം, തളിപ്പറമ്പാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണനാണ്. അപ്പോൾ ഈ ഒരു ശ്രീകൃഷ്ണൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കംസവധത്തിന് ശേഷമുള്ള ഒരു ശ്രീകൃഷ്ണൻ്റെ രൂപമാണ്. അതായത് കംസനെ വധിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ ദേഷ്യത്തിലായിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു രൂപമാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണൻ്റേത്. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന ഒരു അമ്പലമാണ് തൃച്ചംബര ക്ഷേത്രം എന്ന് പറയുന്നത്. അമ്പലത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഹോട്ടലിലോട്ടാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ 5 മണിക്കല്ലേ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. അപ്പം നല്ലോണം കഴിച്ചു. എന്നിട്ട് നേരെ പോയത് തളിപ്പറമ്പുള്ള രാജരാജേശ്വരി ക്ഷേത്രത്തിലോട്ടാണ്. ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ എന്ന് വെച്ചാൽ ശിവനാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശനമുള്ളൂ എന്നാണ് കേട്ടത്. അപ്പോൾ നമ്മൾ പകൽ ഒരു 12 മണി ആ ഒരു ടൈം ആയിരുന്നു ഇവിടെ എത്തുമ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് തൊഴുതു.